ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാൻ ടീമിൽ മുതിർന്ന താരങ്ങളായ ബാബർ അസമും മുഹമ്മദ് റിസ്വാനും ഇടം പിടിക്കാതിരുന്നത് മോശം പ്രകടനത്തെ തുടർന്ന് 2020 ഫോർമാറ്റിൽ നിന്ന് ഇരുവരെയും മാറ്റി നിർത്താനാണ് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ തീരുമാനം. 2024 ബാബർ അവസാനമായി ഒരു 2020 രാജ്യാന്തര മത്സരം കളിച്ചത്. ഈ വർഷം നടന്ന പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ പെഷവാർ സൽമിക്കായി 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 288 റൺസ് എടുത്തെങ്കിലും സ്ട്രൈക്ക് റേറ്റ് 128.57 മാത്രമായിരുന്നു. 2020 മെല്ലെപ്പോക്കാണ് ബാബറിനെ രാജ്യാന്തര കരിയറിൽ തിരിച്ചടിയായിരിക്കുന്നത്. ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാൻ ടീം മികച്ച പ്രകടനം നടത്തിയാൽ സമീപകാലത്തൊന്നും ബാബറിനെ രാജ്യാന്തര T20 കളിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ്. രാജ്യാന്തര T20യിൽ 121 ഇന്നിംഗ്സുകളിൽ നിന്ന് 39.83 ശരാശരിയിൽ 4223 റൺസാണ് ബാബറിൻ്റെ സമ്പാദ്യം. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 129.22 മാത്രം. മുഹമ്മദ് റിസ്വാൻ്റെയും സ്ഥിതി സമാനമാണ്. രാജ്യാന്തര 2020യിൽ 93 ഇന്നിംഗ്സുകളിൽ നിന്ന് റിസ്വാൻ നേടിയിരിക്കുന്നത് 3414 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് 125.37 മാത്രം. ഇരുവരുടെയും T20 ബാറ്റിംഗ് ശൈലി ടീമിന് പലപ്പോഴും ദോഷം ചെയ്തിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇരുവരെയും ഏഷ്യ കപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത്.